ഇന്നത്തെ സ്മാർട്ട് ക്ലാസ് ആയിട്ട് ആദ്യം എത്തുന്ന ടീം രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരുകൾ, ആ സ്ഥലത്തിന്റെ പേരുകൾ രണ്ടുപേരുടെയും പേര് പറയുമ്പോൾ അപ്പൊ തന്നെ ഇവരുടെ പേരുകളും കൂടി വരും നമ്മുടെ. കാരണം പള്ളുരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു പേര് തന്നെയായിരിക്കും ആദ്യം വരിക. അതുപോലെ തന്നെ കൂത്താട്ടുകുളം എന്ന് പറയുമ്പോഴും ഈ ഒരു പേര് തന്നെ കൂടെ വരും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം കൂത്താട്ടുകുളം ടു പള്ളുരുത്തി എന്ന് ചോദിക്കേണ്ടി വരും. കാരണം സാജൻ പള്ളുരുത്തിയും അജിത് കൂത്താട്ടുകുളവുമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം സാജൻ പള്ളുരുത്തി ആൻഡ് അജിത് കൂത്താട്ടുകുളം. വെൽക്കം 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 വെൽക്കം. എവിടേക്കാ? എന്താ മംഗളം അകൽച്ച പോലെ? നമ്മളൊന്നിച്ച് ഒരുമിച്ചാണ്, ഒരു ടീമാണ്. അപ്പൊ ഞാൻ അന്യനായി പോയത്. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? യൂട്യൂബിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കുറെ നല്ല രസമുള്ളത്. അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടമായ അടുത്തിറക്കി വന്നതിലെന്ന് വെച്ചാൽ ആ മറ്റേ ഭാര്യ അടുത്താണ് സംസാരിക്കണമെന്ന് തോന്നിച്ചിട്ട് അവസാനമുള്ളത് വേലക്കാരിയാണെന്ന് മനസ്സിലാവണ ആ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനമുള്ളത്. അല്ലാതെ നമ്മള് ഒരു കോവിഡ് കാലത്താണ് അത് ആരംഭിക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് എന്ത് എഴുതണം എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോ ഞാൻ മിഥുനെ വിളിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ തുടങ്ങി വെച്ച് എന്റെ എഴുത്തുകൾ പരാജയപ്പെടരുത്, എന്നിലെ എഴുത്തുകാരനും ഉണ്ടാവണം കലാകാരനും ഉണ്ടാകണമെന്ന് കരുതി എന്റെ ടീച്ചറാണ് എന്നെ ഉപദേശിക്കുന്നത്. അപ്പൊ ആ ടീച്ചറിന്റെ ഒരു അന്ന് പഠിപ്പിച്ച ടീച്ചറിന്റെ ഒരു ആഗ്രഹമാണ് വെറുതെ ഇരിക്കുന്ന സമയത്ത് എഴുത്, എന്നിട്ടൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങ്. പിന്നെ എന്റെ സുഹൃത്ത് പ്രസാദ്, അങ്ങനെ കുറെ അധികം പേര്. തുടങ്ങാൻ വൈകിയെങ്കിലും തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ചെണ്ട പിന്നെ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അത് പ്ലേബട്ടം മേടിച്ചു അവിടം വരെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ ചോദിക്കട്ടെ, ഈ ദൃശ്യം തൊട്ട് ഇങ്ങോട്ട് എന്നുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും പറയാനുള്ളത്. കാരണം ആ ഒരു ക്യാരക്ടർ ഒരു പക്ഷെ ദൃശ്യം 2-ല് ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഇല്ല. കാരണം നമുക്ക് എപ്പോഴും ഈ ഒരു ആള് വന്നതിലാണ് ശരിക്കും അതിനകത്തൊരു റിവീൽ ഉണ്ടാവും. അല്ലെങ്കിൽ ദൃശ്യം ഒന്നോടുകൂടി തീർന്നല്ലോ, കഥയില്ല. ദൃശ്യത്തിലെ ദൃക്സാക്ഷിയാണ്, ട്വിസ്റ്റ് കൂടി ആയിരുന്നു. എങ്ങനെയാണ് ശരിക്കും പറയാം, ദൃശ്യത്തിന് മുമ്പും ദൃശ്യത്തിന് ശേഷം എന്നുള്ളതാണല്ലോ. ദൃശ്യത്തിന്റെ മുമ്പേ ഉള്ളതെന്ന് പറയുന്ന ആ സ്കിറ്റ് കണ്ടിട്ടാണ് ജിത്തു സാർ വിളിച്ചതെന്ന് പറയാം. അത് കഴിഞ്ഞ് അവിടുന്ന് ഇപ്പൊ എങ്ങനെയാണ് ശരിക്കും ദൃശ്യം കഴിഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു പടത്തിന്റെ ഡബിങ് കഴിഞ്ഞ് വന്നോളൂ, 2 ദിവസമായുള്ളൂ. ഏതാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്? ഇനിയും എന്ന് പറഞ്ഞൊരു സിനിമ. അതിന്റെ അഷ്കർ നായകനായിട്ടുള്ള, അഷ്കർ ഹീറോ ആയിട്ടുള്ള. അപ്പൊ ഇന്ന് ഇവിടെ കൈ നിറയെ സമ്മാനമായിട്ടല്ലേ പോകാൻ പോകുന്നേ? അത്രേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ സാഞ്ചേട്ടാ? നിങ്ങളും ഒരു ധാരണ എത്തിയിട്ടുണ്ട് ആരെന്ന് കൊണ്ടുവന്നൊക്കെ പറ്റിട്ട്? ഇല്ല സാഞ്ചേട്ടൻ പറഞ്ഞ നീ പോയി എടുത്തോണം, എനിക്ക് കണ്ണ് കാണത്തില്ല. എന്നോടും പറഞ്ഞു. അല്ല അപ്പൊ അതുപോലെ സാഞ്ചേട്ടനോടും ഞാൻ പറഞ്ഞു എനിക്കും കണ്ണ് കാണത്തില്ല. രണ്ടുപേർക്കും കാണും. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എന്താണോ എന്തോ എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ? പക്ഷെ എതിരാളികളുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ എതിരാളി പിന്നെ നിങ്ങൾക്ക് ആദ്യം വന്നപ്പോ സാഞ്ചേട്ടൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലാ കളിക്കണമെന്ന് വിചാരിച്ച് അല്ലേ? അവിടെ പോയി അവരെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിക്കാം. നമ്മുടെ പാലക്കാട് ഓഡിഷനിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള 2 പേരാണ് വരുന്നത്. ആ 2 പേരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീഹരി ആൻഡ് സുശീല രാജൻ. വരും ശ്രീഹരി, വരും, വാ ഇങ്ങോട്ടേക്ക്. താങ്ക് യു കേട്ടോ. സുശീലേജി ഡാൻസ് എന്ന് പറഞ്ഞപ്പോ തൊട്ട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അല്ലേ? പൊളിയും ഞാൻ കളിക്കുമ്പോ പൊളിയും സ്റ്റേജ് ഞാൻ കയറി കഴിഞ്ഞാൽ. ആണോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇളക്കം കൂടുതലാണ് സ്റ്റേജ് കാണുമ്പോ. അതിനെ കുറച്ച് ലിമിറ്റ് ആക്കണം കേട്ടോ. കുറച്ച് കളയാം, നമുക്ക് കുറയ്ക്കാം. കൂടുതലാ എനിക്ക്. എന്താ ചെയ്യണേ ഇപ്പൊ? എന്താ ചെയ്യണേ ഇപ്പൊ? നിക്കാണ് ഫ്രഷ് കോമഡിക്കൊക്കെ. പക്ഷെ എന്നാലും ഞാൻ LIC അഡ്വൈസറാണ് 28 വർഷമായിട്ട്. പിന്നെ നഴ്സിംഗ് ഫീൽഡിൽ 12 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് LICയിലോട്ട് വന്നത്. ആഫ്റ്റർ മാരേജ് ബെഡ് റെസ്റ്റ് ഒക്കെ ആയപ്പോഴും ബോംബെയിലായിരുന്നു കേട്ടോ. 5-8 ഭാഷ അറിയാം. ഏതൊക്കെ? ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, തുളു, അറബി, തെലുഗു, തമിഴ്. 8 ഇനി ഒന്നുകൂടി പഠിക്കുന്നുണ്ട്. ഗുജറാത്തി. ഇത് പറഞ്ഞ കാരണം നമുക്ക് ഈ ഭാഷ പറഞ്ഞ ആവശ്യസിലേ പറ്റുള്ളൂ. അക്കടെ കൊച്ചുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? തെലുഗു. ഏറ്റവും നല്ലതാ. അതല്ലേ? 8 ഭാഷ നല്ലതാ. 8 ഭാഷ നല്ലതാണ്. 8 എന്ന് പറയുന്നത് അറ്റമില്ലാത്തൊരു നമ്പറാണ്. അതിന് മാത്രമേ അറ്റമില്ലാതുള്ളൂ. ബാക്കി എല്ലാ സംഖ്യകൾക്കും അറ്റമുണ്ടല്ലോ, തുടക്കമുണ്ടല്ലോ. 8-ന് മാത്രം അറ്റമില്ല. അതുകൊണ്ട് 8 എന്നുള്ളത് വനിതാ ദിനവും കൂടി വന്നു. മാർച്ച് 8. യെസ്. പൊന്നോ തല അപ്പൊ സുശീലേച്ചി, ഈ ശ്രീഹരിയെ നേരത്തെ ഓൺലൈനിൽ പരിചയമുണ്ടോ?
ശ്രീഹരിനെ മാത്രല്ല ഓൺലൈനിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. മീൻസ് അതൊന്നും ഞാൻ മനസ്സിലായി. പക്ഷെ അതിലെ ശ്രീഹരി ഒരു 6-8 മാസമായിട്ട് ശ്രീഹരി എന്റെ ഡിജിറ്റൽ ഫ്രണ്ടാണ്. ആളെ ഞാൻ കാണുന്നത് കഴിഞ്ഞ സൺഡേ നമ്മുടെ ഓഡിഷന് പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ശ്രീഹരി എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ലോട്ടറി ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് 4 വർഷം മുമ്പാണ് ഒരു വാഹന അപകടം സംഭവിച്ച്. ഇപ്പൊ സാജേട്ടൻ നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യത്തെ സാജേട്ടൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ എന്താ മോനെ വിശേഷം? നമ്മളെ കുത്തനൂര് നമ്മളെ ബന്ധമുണ്ട്. ഞങ്ങളുടെ നാട് പാലക്കാട് കുഴൽമന്നം കുത്തനൂർ എന്ന് പറയും. ദൈവസഹായത്താൽ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു വികലാംഗ സ്കൂട്ടർ എനിക്ക് കിട്ടി. ഞാൻ പറഞ്ഞു, ഞാൻ ബിജുനേട്ടനോട് ആദ്യം വന്ന് ചേട്ടൻ ചോദിച്ചു എന്നോട്, മോനെ എന്ത് പറ്റി, കാലെന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. അതും പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഈ കൊറോണ സമയത്ത്. അത് 23 ദിവസം ക്വാറന്റൈനിൽ കൂടി കിടന്നു, ഹോസ്പിറ്റൽ ക്വാറന്റൈൻ. ഞാനും എന്റെ പ്രിയ മാതാവ് അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മ ഞാന് അതുപോലെ ക്യാൻസർ ആയിരുന്നില്ലേ, സർവൈവ് ചെയ്ത ആളാണ്. ഞാനൊരു വേദിയിൽ തന്നെ ഞാൻ പറയാണ്, ഇപ്പൊ മിഥുൻ ചേട്ടൻ ചോദിച്ചുകൊണ്ട് പറയാണ്, ഏറ്റവും അഭിമാനത്തോടുകൂടി സാജേട്ടനോട് ഞാൻ പറഞ്ഞു, സന്തോഷത്തോടുകൂടി ഞാൻ പറയാണ്, ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ക്യാൻസർ 1-2 കൊല്ലം, ഒരു 1.5 കൊല്ലം കൊണ്ട് ലിംഫോമ, ഹോട്ട്സ്കിൻസ് ലിംഫോമ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ, അതിനെ ഞാൻ പോടാ പുള്ളിയവരെ തോൽപ്പിച്ചു. അതിന് ഏറ്റവും വലിയ കരുത്തുള്ളത് ഈ ചേച്ചി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, മോനെ നിനക്കൊന്നുമില്ല, ഇതേ പറയുള്ളൂ. അല്ല ചേച്ചി, എന്റെ ഞാൻ സുജി ചേച്ചി, ചിലപ്പോ ചേച്ചി നീ ഇങ്ങോട്ട് പോ, നീ അങ്ങോട്ട് പോ, എന്റെ ചേച്ചി അല്ലേ, അങ്ങനെയൊക്കെ ഞാൻ പറയും. ഫോൺ ചെയ്താ പറയും, എന്നെ വഴക്ക് പറയും, ആവശ്യമില്ലാതെ വഴക്ക് പറയും. അമ്മമാരെ മക്കളെ വഴക്ക് പറയില്ലേ? കേട്ടോട്ടെ, നമ്മളെ ലൈഫാണ്. എന്റെ അമ്മയും അതുപോലെ തന്നെയാണ്, മോനെ നിനക്കൊന്നുമില്ല. പക്ഷെ ആ ധൈര്യത്തിൽ അതിനെ അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, സാധാരണ ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ പ്രശ്നം ഉള്ളപ്പോ തന്നെ നമ്മൾ ഒരുപാട് നെഗറ്റീവ് ചിന്തിക്കും. പുള്ളിയുടെ വാക്കുകൾ തന്നെ എന്തൊരു പോസിറ്റിവിറ്റിയാണ്. ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും. ഞാൻ പാലിയേറ്റീവ് വർക്കറാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്. അപ്പൊ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ്, അറിയാം. പിന്നെ അതുപോലെ ട്രോമ കെയർ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ സൈഡിലെല്ലാം ഒന്നിച്ചങ്ങ് പോവാ, ഒരേ ലൈൻ. ഒരു സെക്കൻഡ് ഞാൻ ഉറങ്ങുന്നത് 4 മണിക്കൂറാ. 12 മണി. പിന്നെ കേക്ക് മേക്കറാണ്, യൂട്യൂബറാണ്, അഗ്രികൾച്ചർ ഉണ്ട്. പറമ്പിലുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയ സാധനം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് പ്രായം ചോദിക്കില്ല, പക്ഷെ പ്രായം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആൾക്കാരെല്ലാരും. 67. പറയില്ലെന്ന് പറഞ്ഞല്ലേ? കൂട്ടി പറഞ്ഞത്, കൂട്ടി പറഞ്ഞു 7 കൂട്ടി. ഓ 7 കൂട്ടി, ഞാൻ വിചാരിച്ചു 3 കുറച്ചു. വിശ്വാസം, ആത്മവിശ്വാസം, എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. നമുക്ക് നമ്മളെ ഇഷ്ടമാകണം, നമ്മളെ സ്നേഹമാകണം, നമ്മളെ ബഹുമാനിക്കണം. ഇത് നമുക്കില്ല എങ്കിൽ നമ്മളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും ആരും ഉണ്ടാവില്ല. സത്യം. പിന്നെ നമ്മളെ കുറിച്ച് എപ്പോഴും, എന്നെ കുറിച്ച് എപ്പോഴും, നിങ്ങളെ കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല അഭിപ്രായമായിരിക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ അഭിപ്രായം ഏറ്റുപിടിക്കും. ഏറ്റവും കൂടുതൽ നമ്മളായിരിക്കണം പ്രോത്സാഹിപ്പിക്കേണ്ടത്, യാതൊരു സംശയമില്ല. പ്രകൃതി മനോഹരമാണ്, പ്രകൃതിയിലുള്ളവര് മനോരോഗികളും എന്ന് പറയുന്നത് പോലെയാണ്. അതാണ് എന്റെ അവസ്ഥ. കൊള്ളാത്തതാണ് ഈ പ്രപഞ്ചം, പക്ഷെ എല്ലാം കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന്റെ സുഖം ഉണ്ടാകുന്നത്. ഓ സൂപ്പർ. ഇന്നത്തെ എപ്പിസോഡ് പൊടി പഠിക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഞാനും ഒരുപാട് പ്രശ്നങ്ങൾ ജീവിക്കുന്ന രോഗാവസ്ഥ അല്ല, 17-ാം വയസ്സിൽ തുടങ്ങിയ കഠിനാധ്വാനാണ്. സീറോയിന്ന് ഹീറോ ആയി. ഫാമിലി ഒരു ഭർത്താവ്, 2 മക്കള്. ഒരു ഭർത്താവ് മക്കള് 2. ഖത്തർ എയർവേസിൽ മോൻ ജോലി ചെയ്യുന്നു. 25 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ നമ്മള് എയർ ഇന്ത്യ, കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വർക്ക് ചെയ്യുന്നു. അതെന്താ സെലക്ഷൻ ചെയ്യാന്ന് ചോദിക്കാം, ഈ ജോലി എന്തിനാണ് സെലക്ഷൻ? ഇപ്പൊ യൂസഫ് അലിക്ക് പോലും വിമാനത്തിന് ടിക്കറ്റ് എടുക്കണം, വേണ്ടേ? വേണം. പിന്നെ എന്നാലും ടിക്കറ്റ് എടുക്കണം. പക്ഷെ എന്റെ തോട്ടുണ്ടായിരുന്നു, എന്റെ മക്കള് ടിക്കറ്റ് എടുക്കാതെ വിമാനത്തിൽ കയറി യാത്ര ചെയ്യണം. അല്ല, ഇവർക്ക് ടിക്കറ്റ് വേണ്ട. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും 4 പേർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് പോകാം. പക്ഷെ നിർത്താൻ പോണെന്ന് കേട്ടിട്ടൊക്കെ കേട്ടിട്ട്. അപ്പോ എല്ലാരും വെൽക്കം ഓൾ ഓഫ് യു. നമുക്ക് റൗണ്ട് 1 റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേട്. ബസർ റെഡിയാണല്ലോ? ക്വസ്റ്റ്യൻ നമ്പർ 1. കുറുവ, ജയ, സുരേഖ, മട്ട, ജീരകശാല എന്നിവ എന്തിന്റെ വകഭേദങ്ങളാണ്? അവിടെ ആദ്യം അടിച്ചു ഹരി. ആ നിൽക്കുന്ന ആളിന്റെ പേരല്ലേ ഹരി?
അത് ഹരി. ഇല്ല. That is അരി. ഹരി. This is അരി. അരി. അരി യു മീൻ റൈസ്? Yeah. യെസ്, ഇപ്പോഴും കൺഫേം ആണ്. ഇത് പറഞ്ഞ ഉടൻ അത് ശരിക്കും ഒരു- ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഉറപ്പാണ്. പിന്നെ ഞാൻ അരിയല്ലേ വെക്കുന്നേ അപ്പൊ. ഞാൻ അരിയല്ലേ കഴിക്കണത്? പിന്നെ ഉച്ചക്ക് മാത്രം. അതെ, അരിയാഹാരം അതെ, കഴിക്കുന്നവർക്ക് അതെ. അതറിയാം. അതെ. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് സാജൻ ചേട്ടാ ഓടിക്കോ, ആയില്ല. കച്ച മുറുകിക്കോ, മുറുകിക്കോ. കച്ച മുറുകിക്കോ. സുശീല ചേച്ചി ഇന്ന് നമ്മളത് സെറ്റ് ആക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അത്തന്നെ ഞാൻ കൂടെ. ഓടു വാരു ചാടുവല്ല, ഓടു വാരു. നിങ്ങളല്ലേ തെറ്റിച്ചേ? ഓടു വാരു നേടു ഗോ. ഓടി വാ. ചേച്ചി 20 സെക്കൻഡ് ബാക്കിയുണ്ട്. ആ ഏരിയയിലേക്കൊക്കെ വേണമെങ്കിൽ നോക്കിക്കോ. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ 15 സെക്കൻഡ് ബാക്കിയുണ്ട്. ചേച്ചി എന്തൊക്കെയോ വാരി എടുക്കുന്നുണ്ട്. ആ മതിയോ? ആ ഇതിലെ പോലെ ഇതിലെ തന്നെ വന്ന വഴി തന്നെ തിരിച്ചു പോവുക. ഓടി വാ. ഒന്നും നോക്കിയില്ല. സാധനങ്ങൾ എടുത്തല്ലത്. കിട്ടിയാ കിട്ടി പോയാ. സന്തോഷം. ഒന്നും നോക്കിയില്ല, നല്ലത് മാത്രം നോക്കി. ഞാൻ ചോദിക്കുന്ന വെച്ചാ സാഞ്ചേട്ടാ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇതൊരു 1000 താഴെ നിൽക്കുവോ? ആയിരത്തിനുള്ളിൽ അല്ലേ? മല്ലിപ്പൊടി പരിപ്പിനൊക്കെ വില കുറവാ. അതെ, ശരി, ഇത് 1000 താഴെ നിന്നാൽ ഇത് മുഴുവൻ കിട്ടും. ആ. നിന്നില്ലെങ്കിൽ ഇത് മുഴുവൻ കൈവിട്ടു പോകും. പക്ഷെ ഞാൻ ഒരു ഓപ്ഷൻ തരാം. കുഴപ്പമില്ല. ഇത് നമുക്ക് മൊത്തമായിട്ട് നോക്കുക വേണ്ട, പകരം വേറൊരു മിസ്റ്ററി ബോക്സ് ഉണ്ട് എന്റെ കയ്യിൽ. ഇരിക്കുന്നുണ്ട്, ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് അവിടെ. ആ ബോക്സിനകത്ത് ചിലപ്പോ ഒരു വില കൂടിയ സമ്മാനമാവാം, ഓക്കെ, ചിലപ്പോ ഇതിലും വില കുറഞ്ഞൊരു സമ്മാനം. ഓക്കെ. വേണമെങ്കിൽ ഇത് മൊത്തമായി വേണ്ടെന്ന് വെച്ച് അതെടുക്കാം. ബോക്സ് എടുക്കാം. ബോക്സ് ഒന്നും ഇല്ലെങ്കിലാ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ബോക്സിലൊന്നും ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇല്ല, അപ്പൊ ഇതിന് ചേട്ടാ 1000 രൂപ തരും. ഇല്ല, ബോക്സ് മതി. ബോക്സ് മതി. ഇത് വേണ്ട, ബോക്സ് മതി. അതല്ല ബോക്സ് തരും. കിലോ കണക്കിൽ പൊടിച്ചു മതി, ബോക്സ് മതി. ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ ഞാൻ ബോക്സ് എടുക്കാൻ പോവാണ്. ഇനി ഇത് അപ്പൊ നിങ്ങൾക്ക് കിട്ടില്ല, ഇത് ഞാൻ തിരിച്ചേൽപ്പിക്കും. എന്നിട്ട് ബോക്സ് എടുക്കാൻ പോവാണ്. റെഡി? എന്നാലും നമുക്ക് ഇതിന്റെ ഒരു എടുത്തോട്ടെ. കണക്കെടുത്ത് നോക്കാം അല്ലെ? 1000 മുകളിലാണോ അല്ലേന്നൊന്നും അറിയാലോ. നോക്കാം. ഓപ്ഷൻ പറഞ്ഞല്ലേ? അപ്പൊ എന്തായാലും അത് ഇത് പറഞ്ഞു, ഇതിന് അത് കിട്ടൂല. പറഞ്ഞു. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കേ. നമുക്ക് എന്തായാലും ഇത് 1000 മുകളിലോട്ടോ അല്ലെന്നൊന്നും അറിയണ്ടേ? അതെ, 62. ഓക്കെ. ഓക്കെ, ഇത് എന്താ റവേ? അത് ആട്ടെ പാൽപ്പൊടി അല്ലല്ലേ? പാൽപ്പൊടിയൊന്നും അല്ല. പാൽപ്പൊടി ഞാൻ എടുത്തത് പരിപ്പ് 2. 70, 62, 70, 132. മല്ലിപ്പൊടി 230. ഇത് 150 അല്ലെ? ജീരകം അടുത്തത്, ജീരകം 230. ഇപ്പൊ 742. അടുത്ത അരി എന്നാലും കുറവാ. 60, കുറവാ. 802. അടുത്തൊരു കുഞ്ഞു ജീരകം കൂടി ഉണ്ട്, ആ 125. 927. അടുത്തൊരു തോരപ്പരിപ്പുണ്ട്, 60. അത് 60. 220. 1140. എന്നാ അത് കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോ വീണ്ടും ഒരു പരിപ്പും കൂടി ഉണ്ട്. ഇപ്പൊ എത്രയായി? 1/2 ലിറ്ററിന്റെ ഒരു നെയ്യും കൂടി എടുക്കാം. സ്ത്രീകൾ അങ്ങനെയാണ്, വീട്ടില് സാധനം തികയില്ലെങ്കിൽ ഒന്ന് കൂടുതലൊക്കെ എടുത്തു വെക്കപ്പെടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കഴിഞ്ഞെന്ന് വിചാരിക്കുമല്ലോ. അതെ, ഇനിയും വന്നോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് ഒരു അരി ഒരു പരിപ്പും കൂടി ഉണ്ട്. അതോ, എന്നിട്ടാണ് 1000 നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് നിങ്ങൾ ആ ബോക്സ് എടുത്തു, അതെ, ഇല്ലെങ്കിൽ മൊത്തമായി കൈവിട്ടുപോനെ. പോയി. എന്തായാലും ഇത് കിട്ടില്ല. അതെ, ഇനി ബോക്സിലൊന്നും ഇല്ലെങ്കിൽ അതും കിട്ടില്ല. അത് കുഴപ്പമില്ല. മീനാക്ഷിയുടെ ബോക്സ് എടുക്കട്ടെ. മീനാക്ഷി, ഈ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന ഉറപ്പാണോ? ഒരു ഐഡിയ ഇല്ല മീനാക്ഷി. ഇതിൽ കനമൊന്നും തോന്നുന്നില്ലല്ലോ. പാവം ബാസ്കറ്റും പോയി ബോക്സും പോയി. അത് എന്താ കുഴപ്പം. ചേച്ചി? കനവില്ലെങ്കിലേ ചിലപ്പോ ചെക്കാന്ന് നോട്ടായിരിക്കും. പറയാൻ പറ്റില്ല. അതാ, കനം. ചെക്കാരി നല്ല ചെക്കാരി. കനം ഉണ്ടല്ലോ ചേച്ചി. ഇത് എങ്ങനെ എടുത്തിട്ട് ഓടി? Good one. ഇതിനകത്ത് അപ്പോ ഒരു സമ്മാനമുണ്ട്. വെറുതെ കളിപ്പിക്കും. അതെ, കളിപ്പിക്കല്ലേ? കളിയാക്കല്ലേ? കളിപ്പിക്കല്ലേ? ഇതിനകത്ത് ഞാൻ അങ്ങനെ ആരെയും ഇതിലെ പോകാൻ വഴിയുണ്ടോ? ഉണ്ടാവോ? ഇതിലെ പോകാൻ വഴിയുണ്ടോ? ഉണ്ടാവോ? നമ്മൾ അത് സമ്മാനം ആരെയും ഉണ്ടോ? തേക്കാറില്ല, പക്ഷെ തേപ്പ് പെട്ടി കൊടുക്കാം. കലകി 1000 മുകളില് സാധനങ്ങൾ എടുത്തിട്ട് അത് എന്തോ ഭാഗ്യത്തിന് അല്ലേ? 250 റുപ്യന്റെ തേപ്പൊട്ടി. അതെ, 550. ഫിലിപ്സിന്റെ ഈ തേപ്പൊട്ടിക്ക് ഫിലിപ്സ്. അതിന് 1000 മേളുണ്ട്. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ചു കേട്ടോളൂ.
വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം. ജീവനില്ലെങ്കിലും മനുഷ്യന്റെ ചോര കുടിക്കുന്നത് ആരാണ്? ജീവനില്ലാത്ത ഇപ്പൊ കൊതുക് കുടിക്കുന്നു. ആ യെസ്, സിറിഞ്ച പറ. ഉത്തരവാണെങ്കിൽ അത് പറ. ഊറ്റി കുടിക്കാറില്ലേ? ആ ഇതാ സിറിഞ്ച്. കറക്റ്റ് ആണോ? ഉത്തരവാണോ? അതാണോ ഉത്തരം? ആ സിറിഞ്ച്. ഇഞ്ചക്ഷൻ എടുക്കാറ്. ഉറപ്പിക്കാലോ? ശരിയായ ഉത്തരം ഒന്ന് പറയൂന്ന്. ചെറുതിന് ജീവനില്ല, ചെറുത്. അതെ, എനിക്ക് പറ്റിയ ചോദ്യമായിരുന്നു. അതാണ് ആ, എന്താ? ഞാനിവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ചോര കുടികളിൽ സ്പെഷ്യലൈസ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഈ മറ്റേ എനിക്ക് പറ്റിയ ചോദ്യം എന്ന് പറഞ്ഞാൽ nurse. രണ്ട് നേരത്തെ പറഞ്ഞില്ലേ, Nurse. ജീവൻ ഉണ്ടോ ഇല്ലയോ? ആ. ജീവന് അങ്ങനെ തരംതിരിക്കാറുണ്ടല്ലോ. ആ. പക്ഷികൾ, മൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യനെയൊക്കെ ആയിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും നമുക്ക് പറ്റുന്നതാണോ ഇത്, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നതാണോ? ചിലപ്പോൾ നമുക്ക് പറ്റാത്തതുണ്ട്. നമ്മൾ അസാമാന്യ കഴിവുള്ളവനായിരിക്കാം. ആന തടി വലിക്കും, പക്ഷെ ബീഡി വലിക്കാൻ പറ്റില്ല. ആ, correct. ഇല്ലേ? ആനക്ക് തടി വലിക്കാം, പക്ഷെ ബീഡി വലിക്കാൻ പറ്റും. കടന്നൽ ഓടിച്ചിട്ട് കുത്തും, സ്വന്തമായിട്ടൊരു പൊട്ട് കുത്താൻ അവന് ഇതുവരെ പറ്റും. അതാ Correct. ഇല്ലേ? കൊതുക് ചിക്കൻ കുനിയെ വരത്തും, ഒരു ചപ്പാത്തി വരുത്താൻ പറഞ്ഞാൽ പറ്റും? പറ്റില്ല, പറ്റില്ല. മഴ കൊണ്ട് നമുക്ക് മരം വെട്ടാൻ പറ്റും, മഴ കൊണ്ട് നമുക്ക് മീശ വെട്ടാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോരോ പണി പറഞ്ഞിട്ടുണ്ട്. Correct. ഇല്ലേ? കലകി. അപ്പോ ഇനി നിങ്ങൾ രണ്ടുപേരിൽ ആര് പോകുന്നു നിലവറയ്ക്കുള്ളേ? സാജയുടെ വീട്ടിലെ ഷോപ്പിംഗ് സാജോട്ട് തന്നെയാണോ ചെയ്യുന്നത്? വൈഫും അവരൊക്കെയാണ് പോവാറ്. കാര്യം അടുക്കളയിൽ ഫുള്ള് അവരാണല്ലോ. അവരാണ്. നമ്മൾ വാചകമാണ്, അവര് പാചകം. നോക്കാം നമുക്ക്. നോക്കാം. റെഡി? ഓടു വാരു നേടു ഗോ. സാജൻ ചേട്ടാ ഓടി വരൂ, ഓടി വരൂ, ഓടി വരൂ. പിടിച്ചോ. ഓക്കെ, സാധനങ്ങളുടെ വിലയൊക്കെ ഏകദേശം നല്ലൊരു ഐഡിയ വെച്ചിട്ടാണ് സാജേട്ടൻ വന്നിരിക്കുന്നത്. പഞ്ചസാര എടുത്തു, അരിപ്പൊടി എടുത്തു, ഓക്കെ, വീണ്ടും അരി എടുത്തു, പരിപ്പെടുത്തു, പിന്നെ 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 യെസ് യെസ് 10 സെക്കൻഡ് ബാക്കിയുണ്ട്. 9, 8, 7, ഓടി വാ, ശുശ്, ശുശ്. ലാവിഷ് സമയം, ലാവിഷ് സമയം. ദാ. ഈ ഓടുന്നവരോടൊരു നന്ദി എടുത്തുപോയാ അല്ല, ഓടുന്നവരോടെ ഓട്ടം നടന്ന അവരോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനം. ഒരു ബഹുമാനം തോന്നുന്നു. ഇതെനിക്ക് ഉറപ്പുണ്ട്, ഇത് 1000-ന് താഴെ എഴുതി. പക്ഷെ ഒരു അപ്പോഴും 100-150 രൂപ അത്ര അധികം കൂടുതലും അതുപോലെ അല്ല, ഒരെണ്ണത്തിന്. അങ്ങനെ. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നല്ലേ പറ്റുള്ളൂ. ഇത് വേണോ? സാധനം കുറവുണ്ടോ? ബോക്സ് നമുക്ക് നോക്കാം. കാര്യം വേണ്ട. കാണാത്തത് കാണണമെന്നാ പറയണം. അതെ. അത് കണ്ടല്ലോ, ഞാനിത് ഇത് കണ്ടു. എടുക്കാണല്ലോ. ഇതപ്പോ ഇതല്ല, നമുക്ക് ബോക്സ് തന്നെ മതി. ചിലപ്പോ ബോക്സിൽ ഒന്നും ഉണ്ടാവാനും സാധ്യതയില്ല. സന്തോഷവും. അപ്പൊ ബോക്സ്, ഒരു ബോക്സ് തുറന്നു കാണാമല്ലോ. ഓക്കെ, എന്തായാലും ഇതിന്റെ വില ഒന്ന് നോക്കാം അല്ലേ? വില ഒന്ന് കണ്ടിട്ട് പറയാം. ഇതെത്രയാ? 82. അത് സാധ്യത കറക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കൂടുതലുണ്ടെന്ന്. 70 ഇപ്പോഴും 152 ആയിട്ടേ ഉള്ളൂ. അരി 60, 212. പഞ്ചസാര 56, ഞാൻ എനിക്കുള്ളതാണ് എടുത്തത്, ഇവന്റെ കാര്യം മറന്നു. 268. ഇത് ആട്ടാ. ആട്ട 80. എല്ലാം കൂടി എത്രയെന്നറിയോ സാഞ്ചേട്ടാ? 348 രൂപയ്ക്ക് സാഞ്ചേട്ടാ എടുത്തിട്ടുള്ളൂ. സാഞ്ചേട്ടാ, അയത്തേട്ടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു. ഇത് 348ന്റെ സാധനം. അല്ല, ഞാൻ എന്റെ കാര്യം മാത്രം നോക്കില്ല, ഇവന്റെ കാര്യം മറന്നു. അല്ല, സാഞ്ചറിന്റെ കാര്യം തന്നെ ആണല്ലോ. നമുക്ക് ബോക്സ് തുറക്കണം. ബോക്സ് തന്നെയാണെന്ന് ഉറപ്പാണ്? ഉറപ്പല്ലേ? ഉറപ്പ്. അല്ല, അങ്ങനെ രണ്ടാമതൊരു ആലോചനയുണ്ടോ? ഇല്ല, ഇന്നില്ല. രണ്ടാമതൊരു ആലോചന ഇല്ല. അങ്ങനെ ആലോചന ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ രക്ഷപ്പെട്ടിട്ട് രണ്ടാളും. മീനാക്ഷി, സാജേട്ടൻ മറ്റേ ആകാംക്ഷ അല്ലേ ബോക്സിനകത്ത് എന്താണെന്ന് കാണാനായിട്ട്. ആ വരവ് കാണുമ്പോ അറിയാ. ആ. അത് ഇതും ഉണ്ട്. ഞാനൊന്നുമില്ല, അത് വെയിറ്റ്ലെസ്സാ. വെയിറ്റ് ഉണ്ടോ ഇതോട്ടാ? വെയിറ്റ്ലെസ്സാ, എന്തോ ഉണ്ട്. വെയിറ്റ്ലെസ്സാ. ഭയങ്കര സംഭവമാണെങ്കിൽ പെട്ടെന്ന് പറയണ്ട. ഇവരോട് നാളെ പറഞ്ഞാ മതി. പിന്നെ പറഞ്ഞാലും മതി. വാ രണ്ടുപേരും വാ. വേണ്ട വേണ്ട, അജിത്ത് ആദ്യം പോയി നോക്ക്. ആ. എനിക്ക് സുഖമില്ലാത്ത എന്നാന്നറിയാതെ ഓക്കെ അല്ലേ? സാധനം നല്ലതല്ലേ? എന്താണ്, അയ്യോ, ഹാപ്പിയാണോ? ചെല്ല്. പൊട്ടുവോ? നല്ലതല്ലേ? ചമ്മൂ. സാഹചര്യം കൂടിയല്ലേ നോക്കാവുള്ളൂ. നോക്കിയേക്ക്. പതുക്കെ പോയാ മതി. അയ്യോ, തകർത്ത് കളഞ്ഞു. എല്ലാരും കണ്ട സ്ഥിതിക്ക് ഇനി ഓഡിയൻസിനെ കൂടിയേ കാണിക്കാവുള്ളൂ. വേണ്ട. അവരെ കാണിക്കണ്ട, കാണിച്ചേക്കല്ലേ? കാണിക്കല്ലേ. കൈയടിക്കുന്നില്ല.
നമ്മുടെ മനസ്സ് പോലെ തന്നെയാണ്, ഒന്നുമില്ല. അതിനുത്തരം വന്നു. നമ്മൾ ഇന്ന് വരെയും സമ്മാനങ്ങൾ ഇരിക്കണ പെട്ടിയെ കണ്ടിട്ടുള്ളൂ. സമ്മാനങ്ങൾ ഇല്ലാത്ത ഒരു കാലിപ്പെട്ടി എന്താണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ആ കാലിപ്പെട്ടി കാണാനുള്ള ഒരു ത്വര അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നീ ആരെങ്കിലും ഫ്രീ പെട്ടി പിടിച്ചു നടക്കുവോ? ഫ്രീ പെട്ടി പിടിച്ചു നടക്കണ ആരെങ്കിലും കണ്ടോ? സുഖമില്ലാത്ത. പക്ഷെ ആ ഫ്രീ പെട്ടിയിൽ നമുക്ക് കാണുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ട്. വലിയ സുഖമൊന്നുമില്ല. അതിപ്പോ കണ്ടു. കുറച്ചു നേരമായിട്ട് അതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടേ വലിയ സുഖമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് അല്ലേ? റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. രണ്ടിലൊന്നറിയാം. ഈ റൗണ്ട് വളരെ രസകരമായിട്ടുള്ള റൗണ്ടാണ്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ചോദ്യങ്ങളാണ്. ഇത് ഒരു വീഡിയോ ആണ്. നമുക്ക് ഒന്നും ഇതുവരെയും കിട്ടാത്തതിന്റെ പേരിൽ എവർക്ക് കൊടുത്തു തുടങ്ങാം. ഓക്കെ, സാഞ്ചേട്ടാ അയത്തേട്ടാ, ഒരു വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കാണുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം. വീഡിയോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചിപ്പി ഇത്തവണ പൊങ്കാലയിടാൻ വന്നില്ലേ? ചിപ്പിയെ കണ്ടെത്തി. ചിപ്പി ഗൗരി നന്ദനത്തിൽ തന്നെയുണ്ട്. സീരിയൽ താരം ചിപ്പി പൊങ്കാലയിടാൻ എത്തിയില്ലേ എന്നൊരു ചോദ്യമാണ് രാവിലെ മുതൽ ഉണ്ടായത്. ദേ ആ ചോദിച്ച പ്രേക്ഷകർക്കെല്ലാം ഉള്ള മറുപടി. പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് ഇത്തവണ? എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ? ഇത്തവണത്തെ പ്രത്യേക പ്രാർത്ഥന ഞങ്ങളുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, തുടരുമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാം നന്നായിട്ട് വരാനുള്ള പ്രാർത്ഥനയോടെ ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. കണ്ടു, ശ്രദ്ധിച്ചു കണ്ടു. അതിനിടയിൽ വേറെ പലതും എഴുതി കാണിച്ചു, അതൊക്കെ ശ്രദ്ധിച്ചു. ഏതാണ്ടൊക്കെ കണ്ടു. ഇപ്പം SKN സാർ പറയുന്നുണ്ട്, ചിപ്പി ഇന്നടത്തിരുന്നാണ് പൊങ്കാല ഇടുന്നത്. ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ട്. ഒരു സ്ഥലം പറയുന്നുണ്ട്. ആറ്റുകാലിനകത്ത് ഒരു സ്ഥലത്തിരുന്നാണ് ചിപ്പി പൊങ്കാല ഇടുന്നത് എന്ന് പറയുന്നുണ്ട്. വീഡിയോയില് ചിപ്പി എവിടെ ഉണ്ടെന്നാണ് SKN പറഞ്ഞത്. അതിൽ എഴുതി കാണിക്കുകയും ചെയ്തു ആ പേര്. അതിനകത്ത് ഇന്ന സ്ഥലം എന്ന് എഴുതി കാണിക്കുമ്പോ അതും മുകളിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. ഗൗരി നന്ദനം പറയൂ. ഗൗരി നന്ദനം. ഗൗരി നന്ദനം, അതാണോ ഉത്തരം? ആ ഭാഗത്താണത്. ഉറപ്പിക്കട്ടെ? ശരിയായ ഉത്തരം ഗൗരി നന്ദനം. അപ്പൊ ഇത്തവണ ആരാ പോകാൻ ഗെയിം കളിക്കാൻ? ഇത്തവണ ഇത്തവണ പോട്ടെ അല്ലേ? ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് മീനാക്ഷിയിലോട്ട് പോവാം. മിഥുൻ ചേട്ടാ, ഈ ഒരു ബൗളിൽ നിറയെ ഓറഞ്ചസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് നമ്മുടെ ഓഡിയൻസിനും കുറച്ച് കൊടുത്താലോ? പിന്നെന്താ, അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഉണ്ടോ ഓറഞ്ച്? എല്ലാവർക്കും വേണ്ടിയുള്ളതുണ്ടോന്നല്ല, മിഥുൻ ചേട്ടൻ തരാണ്ട് ഞാൻ കുടിക്കില്ല. അപ്പം അതിന് നമുക്ക് ഈ ഒരു ഓറഞ്ച് പീൽ ചെയ്ത് കിട്ടണം. 3 ഓറഞ്ച് പീൽ ചെയ്ത് കിട്ടണം. അതിനൊരാളെ ഇങ്ങോട്ട് വിടണം. ജോലി ചെയ്ത് നമ്മളത് കുടിക്കുന്നു. അതാണ് ഞാൻ ടാസ്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ ഐഡിയ. നല്ല ഐഡിയ. താങ്ക്സ്. വീട്ടിലിപ്പോ സവാളയൊക്കെ പൊളിക്കാനുണ്ടെങ്കിൽ മീനാക്ഷി ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിക്കും. 45 seconds എന്ന് പറയും. അതെ. അപ്പൊ 45 സെക്കൻഡ് ആണ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് പുറത്തേക്ക് കടക്കാനുള്ള സമയം. സാഞ്ചേട്ടാണോ പോകുന്നത് അതോ ആയിട്ടാണോ പോണേ? സാഞ്ചേട്ടൻ ഇതിന്റെ മെയിൻ ആള്. ഈ ഓറഞ്ച് എനിക്ക് നഖമില്ല. അതെന്താന്നാ, ഞാൻ ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിള് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പൊളിക്കുന്നത്. ഇവൻ ഉള്ളി, സവാള, അങ്ങനത്തെ സാധനങ്ങളാണ്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടി വാ ചേട്ടാ, ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ സമയമായി. ഓറഞ്ച് പൊളിക്കോ. ഈസിയായിട്ട് പൊളിക്കുന്നു. അത് ഇവിടെ ജ്യൂസ് ആയി, ഇങ്ങനെ ജ്യൂസ് ആക്കണ്ട. നല്ല വൃത്തിക്ക് പൊളിക്കണം സാഞ്ചേട്ടാ, നല്ല വൃത്തിക്ക് പൊളിക്കണം. ഈ തൊലിയൊക്കെ മാറ്റിട്ട്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ഓറഞ്ച് പൊളിച്ചു. സമയം ബാക്കിയുണ്ട്. കൈക്ക് മൊത്തം ഒരു ഓറഞ്ചിന്റെ മണം. ഓറഞ്ച് ഇച്ചിരി കടുപ്പമാണ്. സൂപ്പർ 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 ചേട്ടാ, മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. എവിടെ അടിച്ചോണ്ടിരിക്കുകയാണ്. 9, 8, 7. പിടിക്കാം. കറക്റ്റ് നിലവറയ്ക്ക് വെളിയിലെത്തിച്ചു. വരൂ. പക്ഷെ ആ ഓറഞ്ച് ഉണ്ടല്ലോ, പൊളിക്കാന്ന് പറഞ്ഞ എളുപ്പമല്ലേ? അത് എന്റെ നടുവിലേക്ക് കൂടി കുത്തു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പൊളിക്കണം. അത് എവറസ്റ്റ് കീഴടക്കിയ ആൾക്കാരും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയല്ല കേറേണ്ടത്, സെന്ററിന്ന് കുത്തിയിട്ട് വേറെ സൈഡിൽ കൂടിയാണെന്ന്. എടുത്ത സാധനങ്ങൾ നോക്കൂ. ഒരു കാസറോൾ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കാസറോൾ, ഒരു മിക്സി, കൂടെ ഒരു കെറ്റിൽ, ഇലക്ട്രിക് കെറ്റിൽ. ഷൂട്ടിന് മുമ്പ് ചായ ഉണ്ടാക്കാനേ. അതെ. അപ്പൊ അങ്ങനെ
ഇവരുടെ ചോദ്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. സമ്മാനവും കിട്ടി. സോറി, നിങ്ങൾക്ക് കിട്ടിയില്ല. അടുത്തവരെങ്കിലും തെറ്റിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തരില്ല, കൊടുക്കില്ല. കൊടുക്കില്ല. ഇല്ല. ശരി, വീഡിയോ കാണാം. ഓക്കെ. ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇവര് പറഞ്ഞത് ശരിയാണോടാ? ഇവര് വലിയ കേസെടുക്കണം, കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ, എന്നാലും ഇവരൊക്കെ മര്യാദ പഠിക്കൂ. തോമസ് എന്ത് പറയുന്നു? കേസ് എടുക്കണം സാറേ, അങ്ങനെയെങ്കിലും മര്യാദ പഠിക്കട്ടെ. ഞങ്ങൾക്ക് ആ കൂടി ഒരു ആൺകുട്ടി ഉള്ളതാ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവൻ കാണിച്ചു വിടുന്നതൊക്കെ നീയും കാണുന്നല്ലേ? 24-ല് വളരെ ഹിറ്റായിട്ട് പോയ പ്രോഗ്രാമാണ് കലികാലം, അല്ലേ? അതെ. അപ്പൊ ആ പ്രോഗ്രാമിനകത്തുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അതിനിടയിൽ കുറെ ഫോട്ടോസ് കണ്ടു. അതിനിടയ്ക്ക് ഒരു സ്പോർട്സ് ടീം കണ്ടെന്ന് തോന്നുന്നു, അല്ലേ? വീഡിയോയിലെ അച്ഛന്റെ പേരെന്തായിരുന്നു? അതിനകത്ത് പറയുന്നുണ്ട്. ഓഡിയൻസിന് ഉത്തരവ് കിട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയല്ലേ? അതാ അവിടെ ഓൾറെഡി കൈവക്കി വെച്ചേക്കുക. രക്ഷയില്ല. ഉത്തരമെല്ലാം പറയാനുണ്ടെങ്കിൽ പറയാം. പറയൂ, ഉത്തരമായിട്ട്. തോമസ് താണുള്ള ഉത്തരമാണ് നമ്മളിപ്പോ വെക്കുകയാണ്, അല്ലേ? അപ്പൊ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇവര് വലിയ കേസെടുക്കണം, കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ, എന്നാലും ഇവരൊക്കെ മര്യാദ പഠിക്കൂ. തോമസ് എന്ത് പറയുന്നു? കേസ് എടുക്കണം സാറേ, അങ്ങനെയെങ്കിലും മര്യാദ പഠിക്കട്ടെ. തോമസ് ശരിയായ ഉത്തരം. പാവ, അവരുടെ ചാൻസാ തട്ടിക്കളഞ്ഞത്, അല്ലേ? എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ 45 സെക്കൻഡ് സമയമുണ്ട്. ചേച്ചി, നിലവറയ്ക്കുള്ളിൽ ഗെയിം എന്താണെന്ന് പറയാനായിട്ട് ലെറ്റ്സ് ഗോ ഓവർ ടു മീനാക്ഷി സുധീർ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ പാത്രത്തിൽ ഒരുപാടധികം റബ്ബർ ബാൻഡ്സ് ഉണ്ട് ആൻഡ് 2 സ്റ്റിക്സും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: വളരെ സൂക്ഷിച്ച് ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, ഈ സ്റ്റിക്കിലേക്ക് കോർക്കുക, വീണ്ടും ഒന്നെടുക്കുക, വീണ്ടും കോർക്കണം. ഇങ്ങനെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ടാസ്ക് ചെയ്യണം. ഇതേപോലെ 5 റബ്ബർ ബാൻഡ് കോർത്ത് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. എങ്ങനെ വേണേ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. കയ്യിൽ പിടിച്ച് കൊണ്ടുപോയാൽ മതി. ഓടൂ, വാരൂ, നേടൂ, ഗോ. വെരി ഗുഡ്, സൂപ്പർ. 5 റബ്ബർ ബാൻഡ്, 5 മതി. സമയമുണ്ട്. യെസ്, വെരി ഗുഡ്. വൺ അറ്റ് എ ടൈം. ഒരെണ്ണം ഒരു സമയത്ത് ഒന്ന്. ഓക്കെ. ഒരു റബ്ബർ ബാൻഡാണ് കോർത്തെടുക്കാവൂ ഒരു സമയം. യെസ്, 3, 4, ഒരെണ്ണം കൂടിയുള്ളൂ ബാക്കി. ചേച്ചി തലയിടിച്ചാ? ഇഞ്ചി മിഠായി. ചേച്ചി തലയിടിച്ചാ? തലയിടിച്ചതിന്റെ വേദനയാണോ ഗിഫ്റ്റ് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ സങ്കടമാണോ? ഗിഫ്റ്റ് കിട്ടാത്തതിന്റെ പേര് തലയെ കൈവച്ചതാണത്. ചേച്ചി പേടിക്കുന്ന. അതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കേട്ടോ. പണ്ടത്തെ അവിടെ മറ്റേ ഇതിനു മുമ്പ് ഇതേ സീൻ അഭിനയിച്ചിട്ടുള്ളത് CID മൂസയിലെ ബിന്ദു പണിക്കരാണ്. കറക്റ്റ് ആ സീനായിരുന്നു ഇവിടെ റീക്രിയേറ്റ് ചെയ്തത്. അയ്യോ, എന്റെ ഇത് എടുക്കാം. കൈ കൊള്ളാതെ എന്റെ അടുത്ത് നേരത്തെ പോയപ്പോൾ ഡയലോഗ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചെന്നറിയോ, മറ്റേ മുണ്ട് പളയെ കുത്തി ആട് തോമയായിട്ട് വരുന്നതാണ് വിചാരിച്ചു. പക്ഷെ അതാണ് നമ്മൾ ആ ടൈമും കൂടി നോക്കാത്തതിന്റെ കുഴപ്പമില്ല. അതിനകത്ത് നിൽക്കുമ്പോ അങ്ങനെയാണ്, അത് നോർമലാണ് കേട്ടോ. കളിയാക്കാനൊന്നുമില്ല. ഇതെന്തോ അവര് വന്നാൽ ഇതിന്റെ പകുതി പോലും ചെയ്യാൻ പറ്റില്ല. കളിയാക്കണമെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത്രയും നേരമുള്ള മറ്റേ നോർമലായില്ലേ അതിന്റെ. ഓക്കെ, റെഡി? നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. റൗണ്ട് 3, ഡബിൾ ട്രബിൾ, ഈ കടമ്പയും കടം. ഇത് വളരെ എളുപ്പമാണ്. സെയിം ഇതേപോലെ തന്നെ നമുക്ക് ചോദ്യങ്ങൾക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പിക്കിന്റെ ചോയ്സും 6 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യത്തിനാണ് ഉത്തരം തരേണ്ടത്. അതിനോടൊപ്പം തന്നെ അകത്ത് കയറിയിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ടത് സാധനങ്ങളല്ല, ഒരു ബോക്സാണ്. നേരത്തെ കണ്ടതുപോലത്തെ ഒരു മിസ്റ്ററി ബോക്സ്. അതില് 4 ബോക്സ് അവിടെ ഉണ്ട്. അതിൽ 2 ബോക്സിൽ പോസിറ്റീവും 2 ബോക്സിൽ നെഗറ്റീവ്. റെഡി? പോവാം. അപ്പോ ഇത്തവണ ഇവരിൽ തുടങ്ങാം. ഓക്കെ, അപ്പോ ടോപ്പിക് നിങ്ങൾ ചൂസ് ചെയ്തത്. ടോപ്പിക്സ് പ്ലീസ്.
ഇന്ത്യ ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, മലയാള സിനിമ, നാവ് വഴക്കം, ലോകം. ഏതാ വേണ്ടേ? നാവ് വഴക്കം. ടങ് ട്വിസ്റ്റർ, നാവ് വഴക്കം. Yes. അത് മതി. മതി. നാവ് വഴക്കത്തിന് വരുന്നത് എന്താണ് എന്ന് നോക്കാം. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. കുറ്റമറ്റ കുട്ടയിൽ കുട്ടനാടൻ മുട്ട. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. കുറ്റമറ്റ കുട്ടയിൽ 5 തവണ പറഞ്ഞാൽ. പറ. ഏതാണ്? കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. കറക്റ്റ്. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. കറക്റ്റ്. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. വെരി ഗുഡ്. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. സൂപ്പർ. കുറ്റമറ്റ കുട്ടയിൽ കുറ്റമറ്റ കുട്ടനാടൻ മുട്ട. ഓക്കേ, മീനാക്ഷി എന്താണ് ഗെയിം? ഓക്കെ മിഥുൻ ചേട്ടാ, എന്റെ മുകളിലല്ല, എന്റെ മുമ്പിൽ ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. കുറെ അധികം സ്റ്റിക്ക് പെൻസിൽസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാ ഇങ്ങനെ ഒരു വീൽ കൂടി ഞാൻ തരും. അപ്പൊ ഇതാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഓരോ സ്റ്റിക്കിലൂടെ ഇറക്കി ഇനി വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ടല്ലേ, സ്റ്റിയറിംഗ് ഓടിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ ഈ ഒരു വീലിനെ താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പം ഒരു ബോക്സ് എടുക്കുക, പുറത്തേക്ക് കിടക്കുക. എത്ര സമയം? 45 സെക്കൻഡ് സമയം. ഞാൻ അറിയാതൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ. ചേച്ചിയല്ലേ പോയെ? നമുക്ക് ഇതോളം ശ്രീഹരി വിട്ടല്ലോ. ചേച്ചി തന്നെ പോകുന്നത്. ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി ഇതായതില് ഇതിൽ ചേച്ചി വാങ്ങിയിട്ടേ വരുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വാശിയാണ്. എന്നാ പിന്നെ അത് തന്നെ നോക്കാം അല്ലേ? ഒരു സംശയം വേണ്ട. ഓടൂ, വാരൂ, നേടൂ, ഗോ. ചേച്ചി തലയിടിക്കരുത്. ആദ്യം മിസ്റ്ററി ബോക്സ് അല്ല, ഇത് തീർത്തതിന് ശേഷം മിസ്റ്ററി ബോക്സ്. ചേച്ചി ഈ സൈഡ്. അടിപൊളി. ചേച്ചിക്ക് ഡ്രൈവിംഗ് വർഷമുണ്ടോ? മിസ്റ്ററി ബോക്സ് എടുത്തോ. മെല്ലെ 20 വർഷമായിട്ട് ഡ്രൈവറോടാണ്. 20 വർഷത്തെ ഡ്രൈവർ. 20 വർഷത്തെ ഡ്രൈവിംഗ് നടത്തുന്ന ആളിനോടാണെന്ന്. അസലായിട്ട് ഗെയിം കളിച്ചിട്ട് കൊടുത്തത് ഭയങ്കര കൂളായിട്ട് കളിച്ചു. പേടിപ്പിക്കല്ലോ, ഒരു അറ്റാക്ക് വന്നതാ. വയസ്സായി അതാണ്. ഞാൻ കാര്യം പറയട്ടെ, ശരിക്കും ഇന്ന് സുശീല ചേച്ചി വന്നപ്പോ തൊട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് എന്ത് വിൻ ചെയ്താലും ഞാനത് എന്റെ ശ്രീഹരിക്ക് വേണ്ടി വിൻ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ടെലിവിഷനാണ്. ഒരു ടെലിവിഷൻ. മറ്റേ സാധനം താഴ്ത്തുമ്പോ അടുത്ത പ്രാവശ്യം ഒരു തവണ ഇവിടെ തട്ടിക്കാൻ പറ്റുമോ? ശരി. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. ഇന്നത്തെ നിങ്ങളുടെ ചോയ്സ് എടുക്കണ്ടേ? നിങ്ങളുടെ ടോപ്പിക് ഏതാണ്? നമുക്ക് ആ 5 ടോപ്പിക് കൂടി ഇനി ബാക്കിയുണ്ട്. നാവ് വഴക്കം അവർ കൊണ്ടുപോയി. മലയാള സിനിമ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. മലയാള സിനിമ, ലോകം, മലയാള സിനിമ. ഹിന്ദി സിനിമയിലേക്ക് വിളിച്ചിട്ട് പോയില്ല. അതെന്താ പോവാത്തെ? ഭാഷ അറിയണ്ടേ? അപ്പൊ മലയാള സിനിമ തന്നെ പിടിക്കാം. ചോയ്സ് മലയാള സിനിമ. ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. നവോദയയുടെ മണ്ണിൽ വരുന്ന പൂക്കൾ എന്ന സിനിമയിലെ നായകൻ ആരായിരുന്നു? മോഹൻലാലാണ് അതിനകത്ത് വില്ലൻ, ശങ്കറാണ് നായകൻ, പൂർണ്ണിമയാണ് നായിക, സംവിധാനം ചെയ്തത് ഫാസിലാണ്. ജെറി അമൽദേവ് ആണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഗാനരചന എനിക്ക് തോന്നുന്നു മഞ്ഞളിൽ വരുന്ന പൂക്കൾ എന്ന സിനിമയ്ക്ക് പേരിടാൻ കാര്യം വിച്ചു തിരുമല സാറിന്റെ വരികളായിരിക്കാം എന്നെനിക്ക് നായകൻ ശങ്കർ. അപ്പൊ ഇത്തവണ മൂലം അല്ല സായം ചേട്ടൻ പോയാലും ശരിയാവുള്ളൂ. അതെന്താ? ഞാൻ പോയി ഞാൻ സാധനം കിട്ടിയില്ല ഉള്ളത് അങ്ങ് സാഞ്ചേട്ടൻ മേടിച്ചു വെച്ച സാധനമാണ്. ഞാനായിട്ടത് കളയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഗെയിം എന്താണെന്ന് നോക്കാം അല്ലേ? അതെ. മീനാക്ഷി, ഇതിനകത്ത് കുറെ കളർഫുൾ സ്റ്റിക്സ് ഉണ്ട്. അതിൽ നിന്നും ഈ ഒരു 5 കളേർഡ് സർക്കിൾസിനകത്തേക്ക് സ്റ്റിക്കുകൾ ഇടാം. അപ്പൊ റെഡിൽ ഞാൻ റെഡ് ഇട്ടു, ഓറഞ്ചിൽ ഓറഞ്ച് ഇട്ടു, ബ്ലൂവിൽ ബ്ലൂ ഇടണം. എന്തോ ആപ്പിൾ ഒന്നുമില്ല. റെഡ് ഇട്ട്, ഓറഞ്ച് ഇട്ട്, ബ്ലൂ, ഗ്രീൻ ആൻഡ് യെല്ലോ. അപ്പം ഈ 5 കളേഴ്സിലായിട്ടും ഇതേപോലെ 3 സെയിം മാച്ച് കളർ സ്റ്റിക്സ് ഇട്ട് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. യെസ്, വെരി സിമ്പിൾ. ശേഷം അവശേഷിക്കുന്ന 3 മിസ്റ്ററി ബോക്സിൽ നിന്ന് ഒരു മിസ്റ്ററി ബോക്സ് സൂക്ഷിച്ച് ചൂസ് ചെയ്യാം. റെഡി അല്ലേ? എടുക്കാം അല്ലേ? ശരി, ഓടൂ, വാരൂ, നേടൂ, ഗോ. വരൂ.
ഓരോന്ന് വെച്ചിട്ട് ഇടാൻ പാടുള്ളൂ. വെരി ഗുഡ്. 4 ഉണ്ട്, ഞാൻ 3 മതിയായിരുന്നു. ആ ഇനി യെല്ലോ. ഓക്കെ, 1 2 3. സിമ്പിൾ. അടുത്ത റെഡ്. 1 2 3. ഓക്കെ ഓക്കെ. ഇനി എന്താ? ഇനി ബ്ലൂ ആണ്. ആ 1 2 3. സൂപ്പർ. ആ ഇനി ഗ്രീൻ ആണ് അവശേഷിക്കുന്നത്. 1 2 3. കഴിഞ്ഞു. സൂക്ഷിച്ചെടുക്കണം. പേടിപ്പിക്കല്ലേ? പൊളിയാണ്. കൊളസ്ട്രോൾ കുറച്ച് കുറയാ സാർ. ഇല്ലെന്ന് തോന്നുന്നു. ആദ്യം ആ ടെൻഷൻ അടുപ്പിച്ചതിനുള്ള ഊവാണ് ഇപ്പൊ വിട്ടത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാനുള്ള അവസരമുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ടെലിവിഷൻ ഇപ്പൊ പേർക്ക് കിട്ടിയതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് ഒക്കെ കിട്ടും. പക്ഷേ എപ്പോഴും 2 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ആരിത് കൊണ്ടുപോകുന്നുള്ളത്. കറക്റ്റ്, മൊബൈൽ. ഒരു സാംസങ് ഗാലക്സി മൊബൈലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്, മൊബൈൽ കിട്ടിയിരിക്കുന്നു. 2 പേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ബോക്സ് ആണ് കിട്ടിയത്. ഇനി നമ്മൾ റൗണ്ട് നമ്പർ 4ലേക്ക്. റൗണ്ട് 4, പവർ ഓഫ് 2. 2 നേട്ടം. 3 ചോദ്യങ്ങളാണ്. 3 ഓപ്പൺ ചോദ്യങ്ങൾ. ബസർ അടിച്ച് ആർക്ക് ഉത്തരം അറിയാമോ അവർക്ക് ആദ്യം ഉത്തരം പറയാം. നമ്മുടെ ചോദ്യങ്ങളും കുറച്ചുകൂടി കടുപ്പമായിരിക്കും. ഒന്ന് ആലോചിച്ച് ഉത്തരം പറയുക. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ഏത് അവയവത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത്? യെസ്, നഴ്സായിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉത്തരം തെറ്റാൻ സാധ്യതയില്ല. പറയൂ. കരൾ, ലിവർ അല്ലേ? റൈറ്റ് ആൻസർ. അപ്പോ അടുത്ത ചോദ്യം നിങ്ങൾക്ക് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ നിങ്ങൾ ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട് ആവും. ഒന്നും തോന്നല്ലേ സാജേട്ടാ? റെഡി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2. മുഹമ്മദ് അലി ജിന്ന ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച ഡോൺ എന്ന് പറയുന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി ആരാണ്? DAWN കേട്ടോ, DON അല്ലേ? ഇതാർക്കും അറിയാൻ സാധ്യതയില്ലെന്ന്. ഇച്ചിരി ഹാർഡ് ക്വസ്റ്റ്യൻ ആണ്. രക്ഷയില്ല. എനിക്കും തോന്നുന്നില്ല ആർക്കും ഇത് പറയും എന്നുള്ളത്. എനിക്ക് അത്ര വലുതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, 3 2 1. ഉത്തരം പോത്തൻ ജോസഫ് ആണ്. പോത്തൻ ജോസഫ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അത് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞത് പലർക്കും അത് അറിയാൻ സാധ്യത പറയാൻ വന്നതാണല്ലേ എനിക്ക് തോന്നി. കണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. ചോദ്യം ഇതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായിട്ടാണ് ബിൽ ക്ലിന്റൺ സേവനമനുഷ്ഠിച്ചിരുന്നത്? ക്ലിന്റൺ പ്രസിഡന്റായ അറിയാം അല്ലെ? ആ കാലഘട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. 3. ഫിലഡൽഫിയ തെറ്റാണ്. അപ്പോ കാലിഫോർണിയ ആണോ ഉത്തരം? ഉറപ്പിക്കാവുന്ന ആവാ ഒരു ഗസ് അല്ലേ? കാലിഫോർണിയ തെറ്റായിട്ടുള്ള ഉത്തരവാണ്. അർക്കൻസ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അദ്ദേഹം ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചത് അർക്കൻസയിലാണ്. ഏതായാലും നിങ്ങൾ ഗംഭീരമായിട്ട് കളിച്ചു. സമ്മാനങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നമുക്ക് നമ്മുടെ ഈ ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ക്ലൂ അല്ലേ, അതിനകത്തുനിന്നും ജയിച്ച ഒരാള് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം. ഡെൽവിൻ ആന്റണി, പ്ലീസ് കം. ഡെൽവിൻ, വെൽക്കം. ഡെൽവിൻ, എന്തുണ്ട്? സുഖമാണോ? ഡെൽവിൻ, ഏതാണ് നാട്? ഏതാണ്? ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിയിലാണ്. ഓക്കെ, എന്താണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്? സമ്മാനം എയർ കൂളറും വാട്ടർ ഹീറ്ററും. എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു ഉത്തരം പറഞ്ഞത്? തോമസ് ജെയിംസ് എന്നറിയപ്പെടുന്ന നടന്റെ നമ്മുടെ മണിക്കുട്ടൻ. അത് ശരി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഷോ കാണാറുണ്ടോ? കൃത്യമായിട്ട് കാണാറുണ്ട്. ടിവിയിൽ തന്നെ കാണുന്നു. ഫാമിലി മൊത്തം അതിന്റെ എല്ലാരും അതിലുണ്ട്. അമ്മ വന്നിട്ടുണ്ട്. അമ്മ വരും. അമ്മ കണ്ടില്ലല്ലോ. അമ്മ നമസ്കാരം. ഇതുണ്ട്, സുഖമാണോ? അപ്പൊ ഇവർക്കുള്ള സമ്മാനം ഇവിടെ. കണ്ടല്ലോ. കണ്ടു. എല്ലാരും ഇങ്ങോട്ട് വരൂ, അടുത്തോട്ട് വരൂ. നിങ്ങൾ എല്ലാരും നിർത്തിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി ചെയ്യണം.
ഇതേപോലെ ഒരു സമ്മാനം നമ്മൾ ഇന്ന് കൊടുക്കുന്നു. ആഹാ. നമ്മുടെ ഒരു എയർ കണ്ടീഷണർ കൊടുക്കുന്നുണ്ട് ടബിൾ ഏജൻസീസിന്റെ. ഓക്കെ. അപ്പൊ ആ സമ്മാനം കിട്ടേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ഓഡിയൻസ് താങ്ക് യു കേട്ടോ സപ്പോർട്ടിന്. എന്തോ പറയാനുണ്ട് പറ. അമ്മയെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കാം. അമ്മ ഒന്ന് വേദിയിലോട്ട് വരും. അമ്മേ സാധാരണ പിള്ളേര് വളർന്ന് ക്ലാസ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ അമ്മ തളരുന്നു, മക്കൾ വളരുന്നു. ചിലപ്പോൾ അതിനനുസരിച്ചിനേക്കാൾ നല്ല ഭംഗിയും ഭാഗ്യവും ഒക്കെ ഉള്ള മക്കളായിരിക്കാം. പക്ഷെ അവരൊന്നും അമ്മയെ അടുത്തേക്ക് വിളിക്കാനോ മറ്റുള്ളവർ നിൽക്കാനോ അങ്ങനെയൊന്നും സ്വാഭാവികമായിട്ട് നമുക്കറിയാം. പക്ഷെ അപ്പൊ ചില ആളുകൾക്കുള്ള മാതൃകയാണ് ശ്രീഹരിയേ. അമ്മയ്ക്ക് ഞാനൊരു 4 വരി പാട്ട് പാടി കൊടുത്തു. തീർച്ചയായും. ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥലത്തിന്റെ പേരാണ്. ആലപ്പുഴ ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മിത്രഗിരി, കൈനഗിരി, രാമഗിരി എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കര എന്നുള്ള വാക്കാണ്. തൃക്കാക്കര ഇവിടെയുണ്ട്, ചമ്പക്കര, ഇളമക്കരയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഇളമക്കര, പൂണേക്കര, തൃക്കാക്കര, ചമ്പക്കര, അരുവിക്കര, മാവേലിക്കര, അരുവിക്കര, മാവേലിക്കര, വടശ്ശേരിക്കര, വടകര, കൊട്ടാരക്കര, കൊടകര, കൊട്ടാരക്കര, കൊടകര, ചോറ്റാനിക്കര, ചുനക്കര, ചോറ്റാനിക്കര, ചുനക്കര, കര 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 കര, അമ്പലക്കര, കര 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 കര, തേവലക്കര, ഇളമക്കര, പൂണേക്കര, തൃക്കാക്കര, ചമ്പക്കര, അരുവിക്കര, മാവേലിക്കര, അരുവിക്കര, മാവേലിക്കര, വടശ്ശേരിക്കര, വടകര, കൊട്ടാരക്കര, കൊടകര, വടശ്ശേരിക്കര, വടകര, കൊട്ടാരക്കര, കൊടകര, കര 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 കര, അമ്പലക്കര, കര 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 കര, അമ്പലക്കര. ഞാൻ പറഞ്ഞത് കര, അവൻ പറഞ്ഞത് ഭഗവാൻ. അല്ല ഞാൻ ദൈവത്തെ വിളിച്ച കറക്റ്റ് ആയിട്ട് അത് വെച്ച് തന്നെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ. നമ്മുടെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലൂടെ ഓടി വാരി നേടുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹം പറഞ്ഞിട്ടുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന ആൾക്കാർ പലരും ഇതിൽ പങ്കെടുക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. പക്ഷേ ടെലിവിഷനിലൂടെ കണ്ട് പങ്കെടുക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കല്ലേ അതിന് ചാൻസ് കിട്ടുന്നുള്ളൂ. ഇനി യൂട്യൂബിലൂടെ കണ്ടും നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാം. അപ്പൊ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോന്റെ യൂട്യൂബിലെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം നേരെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഫ്ലവേഴ്സിന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് നൽകുക. അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഫോറം കൊച്ചി നൽകുന്ന 2000 റുപ്പീസിന് മേളിലുള്ള സമ്മാനങ്ങളാണ്. അപ്പോൾ ഈ സമ്മാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.